പ്രീമിയം ഗ്രൂപ്പിൽ ഇന്ന് കൊടുത്ത സജഷനുകളുടെ പെർഫോമൻസ് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് തന്നെ കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ആവേണ്ടി വന്നു. രണ്ടാമത് നിഫ്റ്റി ഒരു 20 പോയിൻ്റ് പ്രോഫിറ്റാണ്. മൂന്നാമത് സെൻസെക്സ് 0 ആണ് കേട്ടോ, 18 പോയിൻ്റ്. 10 ലോട്ടൊക്കെ എടുത്തവർക്ക് 150 പോയിൻ്റ് ആയില്ലേ, കാരണം 10 രൂപ 12 രൂപയിലാണല്ലോ എൻട്രി. അതേപോലെ നിഫ്റ്റി ഒരു 10 പോയിൻ്റ് ടാർഗറ്റാണ്, പക്ഷേ 9.50 പോയിൻ്റ്, 9.5 പോയിൻ്റ്. പിന്നെ ഫിൻ നിഫ്റ്റിയാണ് ഒരു 26 പോയിൻ്റ്. അതേപോലെ 0 സെൻസെക്സ് വീണ്ടും അത് സ്റ്റോപ്പ് ലോസ് 2 പോയിൻ്റ്. ഒരു 10 ലോട്ടൊക്കെ എടുത്തവർക്ക് 20 പോയിൻ്റ്. അതേപോലെ നിഫ്റ്റി 145 ഇതും സ്റ്റോപ്പ് ലോസാണ് 10 പോയിൻ്റ്. പിന്നെ ബൈ CMP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 127 CMP, 17 പോയിൻ്റ് പ്രോഫിറ്റാണ്. വീണ്ടും 145 അബവ് എൻട്രി, 145 ടു 155 10 പോയിൻ്റ് പ്രോഫിറ്റ്. അപ്പോൾ 9 സിഗ്നലിൽ 1, 2 സ്റ്റോപ്പ് ലോസും 1 അറ്റ് കോസ്റ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫോമൻസ്. അതേപോലെ കമ്മോഡിറ്റിയിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ക്രൂഡ് ഓയിലൊക്കെ വളരെ മോശം അവസ്ഥയിലാണ്. 153 എൻട്രി പറഞ്ഞ് 150 എൻട്രി പറഞ്ഞ് 153 എടുക്കാൻ പറ്റിയിട്ടുണ്ടാവുക. 162 വരെ പോയി, ഒരു 9 പോയിൻ്റ്. അതിന് കൂടുതൽ ആളും അത് എൻട്രി എടുത്തിട്ടുണ്ടാവില്ല, കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട്. നേരത്തെ നമ്മൾ വളരെ വാണിംഗ് കൊടുത്തിട്ടാണ് ഉള്ളത് വെള്ളിയാഴ്ച. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്മോഡിറ്റി ഗ്രൂപ്പിലോ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ ധാരാളമായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ എല്ലാം ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനും ഒക്കെയാണ്. നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് നന്നായി പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത നിഫ്റ്റിയും 75,000 പോയിൻ്റ് ക്രോസ് ചെയ്ത് റെക്കോർഡ് ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരുന്ന സെൻസെക്സും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ആവേശം നിറച്ച ഒരു ട്രേഡിംഗ് ഡേ സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഇന്ന് മോർണിംഗ്. പക്ഷേ ഫസ്റ്റ് അവറിൽ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസും അതുപോലെ HDFC ബാങ്കും അടക്കമുള്ള ദി മോസ്റ്റ് വാല്യുവബിൾ ഷെയർസിൽ വന്ന ഒരു സ്ട്രോങ് സെല്ലിങ് മൊത്തത്തിൽ മാർക്കറ്റിനെ ടേൺ അടിപ്പിക്കുകയാണ് ചെയ്തത്. വേൾഡ് മോസ്റ്റ് കറൻസികൾക്കെതിരെ 106 നിന്ന് 105 എന്ന ഡൗണിലേക്ക് വീണ ഡോളർ ഇൻഡെക്സ് 4.6% നിന്ന് 4.5% വീണുപോയ US ട്രഷറി ബോണ്ട് ഈൽഡ്, ബാരലിന് $84 താഴേക്ക് വീണ ക്രൂഡ് ഓയിൽ വില, ടോട്ടലി വേൾഡ് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റൻസി. അതുപോലെ തന്നെ DIAസിൽ നിന്നുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ട്രോങ് ബയ്യിങ്. ഇത്തരത്തിലുള്ള അനുകൂലമായ ഘടകങ്ങളുണ്ടായിട്ടും മാർക്കറ്റ് ഇന്ന് ഡൗണിലേക്ക് പോയത് സത്യത്തിൽ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഇത് ഇന്നലെ തന്നെ ഈ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇത്ര താഴേക്ക് വരേണ്ടിയിരുന്നു എന്ന് പറഞ്ഞതാണ്. പക്ഷേ നിഫ്റ്റി സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഇന്നലെ വന്നില്ല എന്ന് മാത്രം. ഏതായിരുന്നാലും ഒരു സ്ട്രോങ് ഡൗൺ തന്നെയാണ് നടന്നത്. 1 അവർ ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും ക്യാൻഡിൽ 1, 2, 3, 4 മണിക്കൂർ തുടർച്ചയായ ഡൗൺ സൈഡിലേക്കാണ് വന്നത്. 5ാമത്തെ മണിക്കൂറിന് ശേഷമാണ് ചെറിയ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണാൻ കഴിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് സംഭവിച്ചത്. അതേപോലെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 1200 പോയിൻറ്റിന് താഴെ വന്നതിന് ശേഷമാണ് ചെറിയ ഒരു 300 പോയിൻറ്റിൻ്റെ ഒരു റിക്കവറി കാണാൻ കഴിഞ്ഞത്. 1, 2, 3, 4, 5 ക്യാൻഡിലിന് ശേഷമാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ മൊത്തത്തിൽ ഇന്ന് ഒരു സെല്ലേഴ്സ് മോഡ് തന്നെയായിരുന്നു. ഏകദേശം 2.25 ലക്ഷം കോടി രൂപയാണ് ഇന്ന് ഇൻവെസ്റ്റേഴ്സിന്
ലോസ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നേക്ക് കൊടുത്ത 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ACCയിൽ ഒരു സെല്ലിംഗ് ആയിരുന്നു പറഞ്ഞിരുന്നത്. സെൽ സൈഡ് 2515 2544 ഓപ്പൺ ചെയ്ത് 2564 ക്രിയേറ്റ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് താഴെ വന്ന് 2528 വീണ്ടും അവിടെ നിന്ന് താഴെ വന്ന് 2503. ഇവിടെ നമുക്കൊരു എൻട്രി ലഭിച്ചു. 2515 ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. 2505 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞിരുന്നത്. 2503 വരെയാണ് വന്നുള്ളൂ. അതിനുശേഷം മേലേക്ക് പോയി. ഏതായിരുന്നാലും ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തേത് സൺ TV ആയിരുന്നു. അതിലൊരു ബൈ സൈഡാണ് പറഞ്ഞിരുന്നത്. ബൈ സൈഡ് ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായാണവ 662 ഓപ്പൺ ചെയ്തത്. 662 ആ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ 664 പോയിട്ടുണ്ട്. 664.90. അവിടെ ഒരു എൻട്രി എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നീട് താഴേക്ക് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് അതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, ഇനി തിങ്കളാഴ്ചയ്ക്കുള്ള സ്റ്റോക്കുകൾ ഞായറാഴ്ച നമുക്ക് വീഡിയോയിൽ പറയാം.